കീരമ്പാറ പഞ്ചായത്തിലെ തീക്കോട് തെക്കേച്ചാൽ പ്രദേശത്തെ ജനവാസ മേഖലയിൽ ആദ്യമായാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. നെടുങ്കല്ലിൽ ജോർജിന്റെ പുരയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം പൈനാപ്പിൾ, കവുങ്ങ് തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചു. രണ്ടാഴ്ചക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ആനക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത്. 17 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള തടിക്കുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആന വാച്ചർമാരില്ല. അതുകൊണ്ട് തന്നെ ആനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് തടയാൻ കഴിയുന്നുമില്ലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. ജനവാസ മേഖലയിൽ കയറിയിരിക്കുന്ന ആനകളെ പുഴ കടത്തിവിട്ട് വനത്തിലേക്ക് കഴിച്ചുവിടണമെന്നാണ് പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ പുഴയിലെ മണൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതുകൊണ്ട് കാട്ടാനകൾ യഥേഷ്ടം പുഴ കടന്ന് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് മണൽ വാരുകയും അതോടൊപ്പം തന്നെ ഈ വനയോര മേഖലകളിൽ അടിയന്തരമായി ഫെൻസിംഗ് പൂർത്തീകരിച്ച് ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ഈ കീരമ്പാറയിലെ ജനങ്ങളെ രക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. കാട്ടാനക്കൂട്ടം നശിപ്പിച്ച കൃഷിയിടം പ്രദേശത്തെ ജനപ്രതിനിധികൾ സന്ദർശിച്ചു. അർഹമായ നഷ്ടപരിഹാരവും പേടി കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യവും ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ എനിക്ക് 3000-4000 കാനി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പൈനാപ്പിൾ കൊലച്ചിരിക്കുന്ന പൈനാപ്പിളൊക്കെയാണ്. വ്യാപകമായ നാശനഷ്ടമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ആനകളുടെ എണ്ണം നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടലുണ്ടാകണം. പ്രദേശത്തെ ജനങ്ങളെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഫെൻസിംഗ് അടക്കമുള്ളവ കാര്യക്ഷമമാക്കാൻ അടിയന്തര ഇടപെടലുണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.